മാഷ ഇന്ന് ഭരണഘടനാ ദിനമാണ്, 76ാമത്തെ ഭരണഘടനാ ദിനം. പാർലമെന്റിൽ അതിൻ്റെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ വേദിയിൽ രാഹുൽ ഗാന്ധിയും വിഷണ്ണനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഭരണഘടനാ ദിനത്തിലൊരു സവിശേഷതയുള്ളത് എന്താന്ന് വെച്ചാൽ കശ്മീരി ഭാഷയിലേക്ക് ആദ്യമായി ഭരണഘടന പരിഭാഷ ചെയ്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അത് എനിക്കും അത് വളരെ ശ്രദ്ധേയമായി തോന്നി. അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയവും കാണുമല്ലോ. തീർച്ചയായിട്ടും. കാരണം രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് അത് എൻ്റെ മനസ്സിൽ തങ്ങി നിന്നത്. അപ്പോൾ കശ്മീരി ഭാഷ എന്ന് പറഞ്ഞാൽ അതിന് കുഷൂർ എന്നും പറയും. ഇതൊരു ഇൻഡോ ആര്യൻ ലാംഗ്വേജ് ആണ്. പല ഭാഷകളെയും പോലെ അത് കൂടുതലും കശ്മീർ താഴ്വരയിൽ, ജമ്മുവിലല്ല താഴ്വരയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 22 ഷെഡ്യൂൾഡ് ഭാഷകളിൽ പെടും. അത് ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷയുമാണ് ഈ കുഷൂർ എന്ന് പറയുന്നത്. 70 ലക്ഷം പേര് അവിടെ ഇത് സംസാരിക്കുന്നുണ്ട്. തൊട്ടടുത്ത പാകിസ്ഥാൻ മേഖലയിലും ഈ കുഷൂർ സംസാരിക്കുന്നുണ്ട്. ഇത് 3 തരത്തിലുണ്ട്. പഴയ കശ്മീരി ഉണ്ട്, 1200 1500 കാലത്തെ. മധ്യകാലത്തെ ഭാഷയുണ്ട്, 1500 1800. 1800-ന് ശേഷമുള്ളത് ആധുനിക കശ്മീരി ഭാഷ എന്നാണ് പറയുക. ഇനി ഇതിൻ്റെ ലിപിയാണല്ലോ. ഇത് പല ലിപികളിലും എഴുതാം. ദേവനാഗരി ലിപിയിൽ എഴുതാം എന്ന് പറഞ്ഞാൽ ഹിന്ദി സംസ്കൃതമൊക്കെ എഴുതുന്നത്. പണ്ട് ആരോ പറഞ്ഞാണ് ഈ അക്ഷരങ്ങൾ തോരയിട്ടതായിട്ട് തോന്നും ദേവനാഗരി ലിപി. ഈ തുണി ഇങ്ങനെ ഇടുമല്ലോ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മുകളില്. അപ്പോൾ ദേവനാഗരിയിലാകാം, പേഴ്സോ അറബിക് ലിപിയിലാകാം. അതിലാണ് കൂടുതലും ഇത് ചെയ്ത് വരുന്നത്. പിന്നെ ഇതിന്റെ സാഹിത്യമൊക്കെ വളരെ സമൃദ്ധമാണെന്നാണ് പറയുന്നത്, സൂഫി ഒക്കെ. അത് കഴിഞ്ഞ് ഇതിന്റെ സാഹിത്യം ഭീകരമായിരുന്നിരിക്കാനാണ് സാധ്യത. കാരണം കൂടുതലും ലഘുലേഖകളും ജിഹാദി ലഘുലേഖകൾ ആയിരിക്കുമല്ലോ ഈ ഭാഷയിൽ ഉണ്ടായത്. പക്ഷേ ഭരണഘടന ഈ കശ്മീർ ഭാഷയിലും കൂടി വരുമ്പോൾ കശ്മീരികൾക്ക് കൂടുതൽ ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത ഉള്ളടക്കമൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ഉണ്ടല്ലോ, ജോർജ് സോറോസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയുള്ള ജിഹാദി സംഘം, അവർ ഇത്രയും കാലം പിന്താങ്ങി നടന്ന അവരുടെ അജണ്ട ഈ രാഷ്ട്രീയ തീരുമാനത്തോടു കൂടി പൊളിയാൻ സാധ്യതയില്ലേ? അത് രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കാശ്മീർ എന്ന അജണ്ട സത്യത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഈ ഭാഷയിൽ വരുമ്പോൾ അവിടെ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഏതായാലും ഏറ്റവും ആരോഗ്യകരവും ഏറ്റവും അനിവാര്യവുമായൊരു നീക്കമാണ്, ഏറ്റവും അങ്ങേയറ്റത്തെ ആഹ്ലാദകരമായൊരു നീക്കമാണ്. ഒരു പക്ഷേ കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതുപോലെ ചരിത്രപരമായൊരു നീക്കം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാശ്മീർ സാധാരണ നിലയിലേക്ക് വരുന്നു, കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു, മനുഷ്യർ സാമാന്യമായി ജീവിക്കാൻ തുടങ്ങുന്നു. അവർ ഈ കൂലിത്തല്ലുകാരുടെ, ഭീകരവാദികളുടെ കൂലിത്തല്ലുകാരിൽ നിന്ന് ഒരു ചെറിയ ടൂറിസ്റ്റുകൾക്ക് ചെറിയ സഹായം ചെയ്ത് കൊടുത്തിട്ടെങ്കിലും ജീവിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ വന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 370-ാം വകുപ്പ് എടുത്ത്. ഇപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടന കാശ്മീരി ഭാഷയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയാത്തൊരു കാര്യം കേട്ടോ. കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. എന്നോ വരേണ്ടിയിരുന്നുമാണ്. വന്നില്ലെങ്കിൽ എന്താണല്ലോ കുഴപ്പമെന്നറിയോ? കാശ്മീർ വേറൊരു രാജ്യമായിരുന്നല്ലോ. അതെന്താന്ന് വെച്ചാൽ മാഷ, അവിടെ ഈ നെഹ്റു എന്ന് പറഞ്ഞ ആള് ഒരുപാട് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ. അപ്പോൾ അങ്ങേരുണ്ടായിരുന്ന കാലത്ത് കശ്മീരിന് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കി. ഇന്ത്യക്ക് വേറെ ഭരണഘടനാ നിർമ്മാണ സഭ, കശ്മീരിന് വേറെ ഭരണഘടനാ നിർമ്മാണ സഭ, അവർക്ക് വേറെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഈ ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പരിഭാഷ ചെയ്യാനായിട്ട് നേരമില്ലല്ലോ. സ്വന്തം ഭരണഘടന കശ്മീരിന് ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ ഇന്ത്യക്ക് പുറത്തു നിർത്തിയതിൽ ഇന്ത്യ ഗവൺമെന്റിനും പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ സാർ പറഞ്ഞു. നെഹ്റുവിന് വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷെയ്ഖ് അബ്ദുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ? ആ പദവി തന്നെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അത് വേറൊരു രാജ്യം തന്നെയായി ട്രീറ്റ് ചെയ്തു എന്നാണ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഉണ്ടായി വന്ന ഒരു ഹാങ് ഓവറും അതുകൊണ്ടുണ്ടായ തലവേദനയൊക്കെയാണ് പിൽക്കാലത്ത് പ്രതിരോധം വിദേശ നയമൊക്കെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നു എന്നല്ലാതെ ബാക്കിയെല്ലാം അവിടെ സ്വയംഭരണം പോലെയല്ലേ നടന്നിരുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇപ്പോൾ എടുത്തു കളഞ്ഞു. ഇന്ത്യയുടെ ഭാഗമായതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം അവർ ഒരുപോലെ, ദോഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇന്ത്യക്ക് മൊത്തത്തിൽ മലയാളിക്കും
ആസാമിക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ ആ കുഴപ്പം മാത്രമേ അവർക്കുള്ളൂ, അല്ലാത്ത വേറെ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കാശ്മീർ എന്ന തോന്നലുണ്ടാവാൻ ആദ്യം വേണ്ടത് ഭരണഘടന അവിടെ എത്തിക്കുക തന്നെയാണ്. കാശ്മീരികൾ ഇന്ത്യൻ ഭരണഘടന വായിക്കുക തന്നെയാണ് വേണ്ടത്. മാത്രം കഴിയുമെങ്കിൽ അത് ദേവനാഗരി ലിപിയിൽ തന്നെയാണ് അവരെ കൊണ്ട് വായിപ്പിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് POK ഉണ്ട്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ അറബി ലിപിയിൽ എഴുതിയ ഹിന്ദുസ്ഥാനിയിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഉറുദു ഭാഷയിലായിരിക്കും അവർ വായിക്കുന്നുണ്ടാവുക. അതിനേക്കാൾ നല്ലത് ഇന്ത്യയുടെ ഒരു ദേശീയ ഭാഷയിൽ തന്നെ അച്ചടിച്ച് ഭരണഘടന കൊടുത്ത് അതിൻ്റെ വൈവിധ്യം അവരൊന്ന് അറിയട്ടെ, അതിൻ്റെ സൗന്ദര്യം അവരറിയട്ടെ. അപ്പോഴാണ് അവർക്ക് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന തോന്നലുണ്ടാകുക. ഇന്ത്യയുടെ ഭാഗമാണ് എന്ന തോന്നൽ അവർക്കിപ്പോൾ ഉണ്ടെന്ന് മാത്രമല്ല, ചിത്രവും മൊത്തത്തിൽ മാറി വരുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നൊരു ചോദ്യം, പാകിസ്ഥാൻ ആദ്യം 47 നേരിട്ട ചോദ്യം ഇന്ത്യ വേണോ പാകിസ്ഥാൻ വേണോ എന്നാണല്ലോ, വെദർ ഇസ്ലാമാബാദ് ഓർ ന്യൂഡൽഹി എന്നായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ പിന്നെ വന്നൊരു ചോദ്യം പതുക്കെ അവർ റിയലൈസ് ചെയ്തു. അപ്പോൾ അവരുടെ ടോണൊന്ന് മാറ്റി, ഞങ്ങൾക്ക് നൈദർ ഇസ്ലാമാബാദ് നോർ ന്യൂഡൽഹി എന്നാക്കി. അപ്പോഴാണ് ഈ ആസാദ് കാശ്മീർ എന്ന വാദം മുന്നോട്ട് വന്നത്. അതിന് കുറേ ശക്തികളും ഭീകരവാദ ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ചിത്രം അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കാശ്മീരികൾ വളരെ ഉറച്ച സ്വരത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യവുമാണ് ശരി എന്ന് തോന്നലുണ്ടാക്കിയിട്ട് അത് അപ്പുറത്തും ഈ ഭീകരവാദികളോടല്ല അത്ര. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടൊരു വാർത്ത ഞാൻ കണ്ടത്, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ കാശ്മീരികളുണ്ടല്ലോ, അവർ പോലും ഇന്ത്യയാണ് ജനാധിപത്യത്തിന്റെ നല്ല മാതൃക എന്ന് പറഞ്ഞു തുടങ്ങിയില്ല. അവർ പറയുന്നുണ്ട്, കാരണം അവർ ധാരാളം പ്രക്ഷോഭങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ സിന്ധുലുള്ളവരും പറയുന്നുണ്ട്, അത് സിന്ധു ഇഷ്ടം പോലെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. സിന്ധു ദേശിന് വേണ്ടിയും പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിൽ നടക്കുന്നു. അതെ, ഇത് നെഹ്റുവിന്റെ ആ കാലത്തെ ഈ കാഴ്ചപ്പാട്. ഒന്നാമത് 1947 നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവിടെ നിന്ന് പാകിസ്ഥാൻ ഈ ഇടയ്ക്കുള്ള ഗോത്രവർഗത്തിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലേക്കൊരു ഇൻകർഷൻ, ഒരു അധിനിവേശ ശ്രമം നടത്തി. ആ ഗോത്രവർഗക്കാരുടെ ഇടയിലേക്ക് അവരുടെ ISI നുഴഞ്ഞു കയറിയിട്ട് അവരുടെ പട്ടാളക്കാരും ഒക്കെ അത് നയിച്ച് അങ്ങനെ മിർപൂരും ഒക്കെ ആക്രമിച്ച് ജയിലും ഒക്കെ ആക്രമിച്ചവിടെ ജയിലിലുണ്ടായിരുന്ന തടവുകാരെയൊക്കെ പുറത്ത് ചാടിക്കുകയും ഒക്കെ ചെയ്ത് ആ സമയത്ത് നമ്മൾ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടാണല്ലോ നമ്മുടെ കശ്മീരിന്റെ ഭാഗം POK എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ കയ്യിലേക്ക് പോകുന്നത്. അപ്പൊ നെഹ്റുവിന്റെ മണ്ടത്തരാണ്. ആ സമയത്താണ് ഹാരി സിംഗ് ഒപ്പിടാനായിട്ട് തയ്യാറാകുന്നതും ഒക്കെ. അപ്പോൾ ഹാരി സിംഗിന്റെ അടുത്ത് ഈ ഇന്ത്യയിൽ ചേരാനായിട്ടും ഒപ്പിടാനുമായിട്ട്, കാരണം നെഹ്റുവിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല കശ്മീർ രാജാവ് ഹാരി സിംഗിന്. അങ്ങനെ ദോഗ്രയ, ഇയാള് പണ്ഡിറ്റാണല്ലോ, ഇയാളെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാമോ? സർദാർ പട്ടേൽ ഗുരുജി ഗോൾവർക്കറെ അയച്ചു. അങ്ങനെ അവിടെ പോയി താമസിച്ചു, ഒരു ദിവസം താമസിച്ചു. രണ്ടാമത്തെ ദിവസം മറ്റേ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ രാജാവ് ഹരിസിംഗും ഭാര്യയും അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു. അങ്ങനെ അദ്ദേഹം നിർബന്ധിച്ചിട്ട്. സത്യത്തില് RSS ഈ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ചെയ്ത വലിയ സേവനങ്ങളിൽ ഒന്നാണ് അതല്ലേ? അത് വേണ്ടത്ര ആളുകൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. അതെ, PP മേനോൻ പിന്നെയാണ് പോകുന്നത്. അതെ, മേനോൻ കഴിഞ്ഞു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഒപ്പിടിയിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് പിന്നെയാണ് വിമാനം VP മേനോൻ പോകുന്നത്. അടുത്ത കാലത്ത് ഡീത്രോൺഡ് എന്ന് പറഞ്ഞ് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നു. പക്ഷെ അതിൽ ഈ ഗുരുജി ഗോൾവൽക്കറുടെ റോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറെ 2 പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കരൺ സിംഗ് തന്നെ എൻ്റെ അച്ഛനെ അന്ന് വന്ന് കണ്ടത് ഗുരുജിയാണ് എന്ന് കരൺ സിംഗ് തന്നെ അതെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ നെഹ്റുവിന് ഈ പറഞ്ഞ പോലെ നെഹ്റുവിന് താല്പര്യം ഷെയ്ഖ് അബ്ദുള്ളയോടായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള അവിടെ ഒരു പ്രത്യേക പദവിയിൽ എല്ലാ കാലത്തേക്കും വേണ്ടി നിലകൊള്ളുക എന്നൊരു നിശ്ചിത താല്പര്യം എന്തോ കാരണത്താൽ നെഹ്റുവിന്റെ ഉള്ളിൽ രൂഢമൂലമായിരുന്നു. അതുകൊണ്ടുണ്ടായ അതുകൊണ്ടുണ്ടായ ഒരു ദുരന്തമായിരുന്നു അത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് കശ്മീരിന് വേറൊരു സംസ്ഥാനത്തിനും ഇല്ല, അവർക്ക് പ്രത്യേക ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കി കൊടുത്തു നെഹ്റു. അതുകൊണ്ടാണ് ഭരണഘടന
ഇനി വായിച്ചു പഠിക്കേണ്ടത്. നെഹ്റുവിന്റെ ഒരു വെർഷൻ, നെഹ്റുവിന്റെ ഒരു, നമുക്ക് അതിന് സമയക്കുറവുണ്ടാണ്. നെഹ്റുവിന്റെ ഒരു വെർഷൻ ആരൊക്കെയോ, ഉമയൂൺ കബീർ ആരൊക്കെയോ വ്യാഖ്യാനിച്ച് ഞാൻ എഴുതി കണ്ടിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ വില്ല് കാശ്മീരിനോട് അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേരണമെന്നായിരിക്കെയാണ് രാജാവായിരുന്ന ഹരിസിംഗ് ഹിന്ദു ആയിട്ട് ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ജനതയെ ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ താൽക്കാലികമായി എടുത്തൊരു സ്ട്രാറ്റജി ആയിരുന്നു എന്നൊക്കെ പലരും എഴുതി കണ്ടിട്ടുണ്ട്. നെഹ്റുവിൻ്റെയും ഞാൻ വെച്ച മുഹമ്മദ് യൂനുസിൻ്റെ ഒരു പുസ്തകത്തിലാന്ന് തോന്നുന്നു, പേഴ്സൺസ് പാഷൻസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലും കണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാവാം. എന്തായിരുന്നാലും ചരിത്രപരമായി അത് വലിയ തിരുത്തൽ ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ തിരുത്തി ഏതാണ്ട് സമ്പൂർണ്ണമായി വരുന്നു. ആ സമയത്താണ് ഇന്ത്യൻ ഭരണഘടനയെ കൂടി കാശ്മീരികളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതും അവരത് സ്വീകരിക്കുന്നു. മുഹമ്മദ് യൂനുസ് അങ്ങനെ എഴുതിയതിൽ എനിക്കൊരു അത്ഭുതവും ഇല്ല കേട്ടോ. എന്താ കാര്യം? നമുക്ക് കൂടുതൽ സമയം ഇതിലില്ലാത്തതുകൊണ്ട്. കാരണം മുഹമ്മദ് യൂനുസിന്റെ ഒക്കെ കുടുംബമൊക്കെ ആയിട്ട് വേറെ തരത്തിലുള്ള ബന്ധമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ ആൻഡേഴ്സൺ ഇല്ലേ, നമ്മുടെ കാർബൈഡ്, ആൻഡേഴ്സണ് നമ്മൾ വിട്ടുകൊടുത്തില്ലേ? നമ്മളല്ല, രാജീവ് ഗാന്ധി വിട്ടുകൊടുക്കുന്നതിന് പകരമായിട്ട് യൂനുസിന്റെ കുടുംബത്തിലെ ഒരു ക്രിമിനൽ അവിടെ ജയിലിൽ കിടന്ന ആളെ ഇങ്ങോട്ട് എടുക്കുക ചെയ്തിരുന്നു. അപ്പൊ യൂനുസ് കുടുംബവും ഈ നെഹ്റു കുടുംബവും ഒക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ എന്തെങ്കിലും പറയണോ വേണ്ടയോ എന്ന് വിചാരിച്ച് സംശയിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. പറയണം. അതല്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ ഡീറ്റെയിൽസ് ഓരോ അവസരം വരും. അപ്പോൾ മുഹമ്മദ് യൂനുസൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, ഷെയ്ഖ് അബ്ദുള്ള ചർച്ചയ്ക്ക് എടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും. ഇപ്പോഴത്തെ ഈ കാര്യത്തിൽ ഭരണഘടന കാശ്മീരി ഭാഷയിൽ വന്നു, ദേവനാഗരി ലിപിയിൽ കാശ്മീരികൾ ഭരണഘടന കാണാൻ പോകുന്നു. മറ്റേ ലിപിയിലും കിടക്കട്ടെ, എല്ലാവരും വായിച്ചു പഠിക്കേണ്ട. എന്തായാലും ഇന്ത്യൻ ഭരണഘടന കാശ്മീരികൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി മറ്റേ ഉള്ളിലൊന്നുമില്ലാത്ത ആ ചുമന്ന പുസ്തകം ഭരണഘടന എന്നും പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ചെല്ലുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം കരുതിയിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.